എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഞങ്ങളുടെ അടുത്ത വ്ളോഗിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ബാംഗ്ലൂർ യാത്രയുടെ തുടർച്ചയാണ്. ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് മൈസൂരിൽ നിന്നും 13 കിലോമീറ്റർ അകലെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു അമ്പലം, ഒരു ക്ഷേത്രത്തെ പറ്റിയാണ്. കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മൈസൂരിൽ നിന്നും 13 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ചമുണ്ഡി ഹിൽസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഉയർന്ന പ്രദേശത്താണ്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ചമുണ്ഡി ഹിൽസ്, കർണാടകയിലെ. അവിടെയാണ് ഈ ടെമ്പിള് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ടെമ്പിളിൻ്റെ പേരാണ് ചമുണ്ടേശ്വരി ടെമ്പിൾ. ഇതൊരു ഹിന്ദുക്കൾ കൂടുതലായിട്ട് പോവുകയും അവരുടെ പൂജകളും ആരാധനകളും നടത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു ആരാധനാലയമാണ്. അപ്പോൾ ഞങ്ങൾ അവിടത്തേക്കുള്ള യാത്രയിലാണിപ്പോൾ. ഏത് യാത്രയും മനോഹരമാക്കുന്നത് അത് കടന്നു പോകുന്ന വഴികളും ചുറ്റുപാടുമുള്ള കാഴ്ചകളാണ്. ഈ പ്രദേശം ഉയർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇത് യാത്ര ചെയ്യുന്ന ഭാഗത്തുടനീളം 2 സൈഡുകളിലും നല്ല താഴ്ന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ നമുക്ക് താഴ്വാരകൾ കാണുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഉയരങ്ങൾ എത്തിച്ചേർന്നതിന് ശേഷവും നമ്മൾ താഴേക്ക് നോക്കിയാൽ മൈസൂർ സിറ്റി പൂർണ്ണമായും കാണാൻ പറ്റുന്ന ഒരു ഉയർന്ന കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു തേങ്ങ അഥവാ കോക്കനട്ട് വിൽക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ 2-3 കോക്കനട്ട്സ് വാങ്ങിച്ചു. അതിൻ്റെ ഇളനീര് കുടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആഗ്രഹമെന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ അതിനുള്ളിലുള്ള തേങ്ങയും വളരെ ടേസ്റ്റി ആയിരുന്നു. ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടുത്തെ ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അന്നന്ന് തെങ്ങിൽ നിന്നും കൊണ്ടുവന്ന് അവരിവിടെ ബിസിനസ് ചെയ്യുകയാണ്. ഈ സാധനങ്ങളൊക്കെ അന്ന് തന്നെ തീർന്നു പോകും. അത്രയും സാധനങ്ങളെ അവർ കൊണ്ടുവരത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഉണങ്ങുകയോ വാടുകയോ ഒന്നും ചെയ്യാതെ ഇതിൻ്റെ വെള്ളവും ഇതിൻ്റെ തേങ്ങയും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നായിരുന്നു. അതും ഈ യാത്രയിൽ ഞങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന ഒരു പ്രദേശത്താണല്ലോ. അപ്പോൾ യാത്ര മനോഹരമാക്കി ഞങ്ങളങ്ങ് മുകളിൽ ടെമ്പിളിൻ്റെ അടുത്തിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഏത് ടെമ്പിളായാലും ഏത് ആരാധനാലയമായാലും എവിടെയായാലും അതിൻ്റെ ചുറ്റുപാടും കുറേ കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ആ പ്രദേശത്തിൻ്റെ തനിമയാർന്ന സംസ്കാരമൊക്കെ വിളിച്ചോതുന്ന പല കച്ചവട സാധനങ്ങളും നമുക്കവിടെ കാണുവാനായിട്ട് സാധിച്ചു. ചിലതൊക്കെ വാങ്ങിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ചമുണ്ടേശ്വരി ടെമ്പിളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം മനോഹരമായിട്ടുള്ള ആ ടെമ്പിൾ. വളരെ സുന്ദരമായ ആർക്കിടെക്ചറാണ്. ആ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു അമ്പലമൊക്കെ നിർമ്മിക്കണമെങ്കിൽ എത്രയധികം വൈദഗ്ധ്യമാർന്ന കലാകാരന്മാർ അല്ലെങ്കിൽ പണിക്കാർ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള സൗധങ്ങളൊക്കെ നിർമ്മിച്ചെടുക്കുക വളരെ ഈസിയാണെങ്കിലും അന്ന് ഇത്രയൊന്നും റിസോഴ്സസ് ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ ടെമ്പിൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 12-ാം നൂറ്റാണ്ടിലാണ് ഈ ടെമ്പിൾ ആദ്യമായിട്ട് നിർമ്മിച്ചത്. ഇത് നിർമ്മിച്ചത് അവിടുത്തെ മൈസൂരിലെ ഹൊസയാല റൂളേഴ്സ് രാജവംശമായിരുന്നു ആദ്യം ഇത് നിർമ്മിച്ചത്. അന്നൊരു പക്ഷേ ഒരു ചെറിയ ടെമ്പിളായിട്ടായിരിക്കാം ഇത് നിർമ്മിച്ചത്. പിന്നീട് 17-ാം നൂറ്റാണ്ടിലാണ്, 17-ാം സെഞ്ച്വറിയിലാണ് വിജയനഗർ രാജവംശം ഇതിൻ്റെ ഇപ്പോൾ കാണുന്ന മോളോട്ട് കാണുന്നതായിട്ടുള്ള ആ വലിയ ടവർ അവരാണ് നിർമ്മിച്ചത്. അപ്പോൾ താഴെയും മുകളിലുമായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 2 കാലഘട്ടങ്ങളിലായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു അമ്പലം കർണാടകയിൽ പോകുന്നവരും ബാംഗ്ലൂർ പോകുന്നവരും മൈസൂരിൽ പോകുന്നവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു അമ്പലമാണിത്. ഇതിൻ്റെ പുറമേയുള്ള കാഴ്ചകൾ മാത്രമേ ഞങ്ങൾക്ക് കാണിക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. കാരണം അമ്പലത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര റഷായിരുന്നു ഞങ്ങൾ പോയ ദിവസം. എന്തോ പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസമായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അകത്തെ കാഴ്ചകളൊന്നും തന്നെ കാണിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ അകത്ത് ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും ചെയ്യുന്നതിനുള്ള അനുവാദവും ഇല്ല എന്നാണ് അവിടെ പുറത്ത് നിന്ന് ഒരാൾ പറഞ്ഞത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രേക്ഷകരെ അകത്തുള്ളതൊന്നും കാണിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ അമ്പലത്തിൻ്റെ തന്നെ സൈഡിലായിട്ട് മറ്റൊരു അമ്പലവും കൂടെ അവരിപ്പോഴും നിർമ്മിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വ്ളോഗിൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ അമ്പലവും ഈ യാത്രയും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക.